ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്യാപ്ചർ ക്രോണിക്കൽസ്. അപ്പൊ ഇന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറെ ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ വർക്ക് ഉള്ളതുകൊണ്ട് വീഡിയോസ് ഡെയിലി ഇടാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്കുള്ള പരിപാടിയാണ്. അപ്പോ ഇനി മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോ ലോക ചാപ്റ്റർ 1 ട്രെയിലർ ഇറങ്ങിയിട്ട് കുറെ നേരമായി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ചാണ് വീഡിയോസ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ടീസർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയേക്കാം. അപ്പൊ അതിന്റെ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാം. അപ്പൊ അധികം സമയം കളഞ്ഞാൽ നമുക്ക് നേരെ ട്രെയിലർ റിയാക്ഷനിലേക്ക് പോവാം. ഓ, ഡ്രോൺ ഷോട്ട് ആണോ മൊത്തം? ആ, ദുൽഖർ സൽമാൻ പ്രസൻസ്. മൂപ്പര് ഫിലിം കണ്ടിട്ട് ലിയോയിലുള്ളവനല്ലേ? ഓ, എന്റെ അമ്മോ. കിടിലം മേക്കിംഗ് കണ്ടോ? ഡൊമിനിക് കരുണി. ഇതാരേ മൂപ്പര്? ദുൽഖർ സൽമാൻ വല്ലതും ആയിരിക്കും. ആ, ഓഗസ്റ്റ് 28 ലോക. ഓക്കെ, കൊള്ളാം. നല്ല അടിപൊളി ട്രെയിലറാ. നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല VFX, നല്ല എഡിറ്റിങ്, നല്ല കട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കല്യാണ പ്രിയദർശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു സീൻ മാത്രമേ പുള്ളിക്കാരി ചെയ്യാത്തുള്ളൂ, ബാക്കി എല്ലാം പുള്ളിക്കാരി ഒറ്റക്ക് ചെയ്തതാണെന്നാ പറഞ്ഞത്. അത്രയും നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത പടമായതുകൊണ്ട് മിക്കവാറും വിജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ഓവർ ഹൈപ്പായിട്ട് എല്ലാവരും പോകാതിരിക്കണം നല്ല. കാരണം ഓവർ ഹൈപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂലി പോലെ തന്നെ പടം ചിലപ്പോൾ ഒരു ആവറേജ് ലെവലിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അധികം ഹൈപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പടമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നണം. പിന്നെ എന്താ പറയാനുള്ളത്? ആ, പിന്നെ ഇതില് ദുൽഖർ സൽമാന്റെ ഒരു ക്യാമിയോ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് തോന്നണ ലാസ്റ്റ് കാണിച്ച മൂപ്പര് പറയുന്നുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, രണ്ട് പ്രാവശ്യം, ആ തുടക്കത്തിലും എൻഡിങ്ങിലും ആ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ദുൽഖർ സൽമാൻ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല. ഇപ്പൊ പടം കാണുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഓഗസ്റ്റ് 28 ഇറങ്ങണേ. അപ്പൊ പടം കണ്ടുകഴിഞ്ഞിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പൊ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.